എന്റെ അമ്മേ. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മനോഹരമായ ഒരു പഴക്കുല. രാസവളം കൊലനീട് രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് പഴുത്തു വന്ന പഴം. മാത്രമല്ല, ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ്. അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. മറ്റവന്മാര് ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാവടാ. പോട്ടെ സാധേ കേട്ടാ, വീട്ടുകളാ. ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ലേ നകുലൻ. അവൻ എന്റെ ആരുമല്ല. എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവിച്ച് എനിക്കും കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തട്ടിയെടുത്ത കള്ളനാവൻ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പക്ഷേ വടക്കേക്കര പാടം വിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന 10,000 രൂപ കട്ടിട്ടാ നിങ്ങൾ ചായക്കട തുടങ്ങിയെന്നാ ആ നകുലം പറയുന്നത്. 10,000 കിട്ടത് അവന്റെ അപ്പനാ. രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ? മന്ത്രിമാരുടെയും MLA-മാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിനൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റിത്തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോരി ചെലവാക്കിയത്. ഇവിടെ സ്ഥിരമായിട്ട് പോസ്റ്റ് മാഷ് വേണോ? ഞാൻ കൊണ്ടുവരും. പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ എത്ര പേർ സംഭാവന തന്നിട്ടുണ്ട്? എന്നോടാണോ? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. വായു മുറിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാൽ മതി. കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുന്നു. ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് എന്ന്? കേരളത്തിന്റെ തേങ്ങ, കേരളത്തിന്റെ തേങ്ങ ആനക്കാര്യത്തിന് ചേനക്കാര്യം. അവന്റെ ഒരു ഉണ്ടക്കായും പഴംപൊരിയും. അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു? സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ, അതോ ഞാൻ വീട്ടിലേക്ക് വരണോ? ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? വേണ്ട ആശാനെ, ഇവനെയൊക്കെ നമുക്ക് ഗോദായിൽ വെച്ച് കാണാം. ഫയൽ വാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇയാളെ മൂക്കി കയറ്റിക്കളെ അല്ലേ? എന്തായി ഫൽഗുണ? പ്രശ്നമൊന്നുമില്ല. 2 മർമ്മം പിടികിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇതാ, ഈ വാരിയല്ലിന് ബലമായിട്ടൊരു പിടി പിടിച്ചാ മതി. ഫിലിപ്പോസിന്റെ പോസ് അങ്ങ് പോവും. പിന്നെ പിലി മാത്രമേ കാണൂ. മറ്റേ മർമ്മം? മറ്റേതോ? ഈ തുടയല്ലിന് അറിയാത്ത മട്ടിൽ കൈമുട്ടുകൊണ്ട് ഓരോറ്റ കയറ്റിയാ മതി. പിന്നെ മർമ്മം ശരിക്ക് നോക്കിയില്ലെങ്കിൽ ഫിലിപ്പോസ് കുഴപ്പമുണ്ടാക്കും. അത് ഞാൻ ഏറ്റു. ഇതൊന്നുമില്ലെങ്കിലും ഫിലിപ്പോസ് എനിക്ക് പ്രശ്നമല്ല. ആശാൻ വിവരക്കേട് പറഞ്ഞു പഠിക്കരുത്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു തന്ന മർമ്മത്തിന്റെ സഹായം കൊണ്ടല്ലേ ആ കുപ്പസ്വാമിയെ അടിച്ചു വളർത്തിയത്. അല്ലെങ്കിലും കുപ്പുസ്വാമിയെ ഞാൻ ശരിപ്പെടുത്തുമായിരുന്നു. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഫിലിപ്പോസിന്റെ മർമ്മം ആശാൻ അറിയാമെന്ന് ഞാൻ അവിടെ ചെന്ന് പറയാം. അത് വേണ്ട. നിനക്കിപ്പം കാശെടുത്തും വേണോ? അതെന്ത് ചോദ്യം ആശാനെ? ഒരു 100 രൂപ ഇങ്ങട്. എന്നാലേ നാളെ രാവിലെ ഇങ്ങോട്ട് വന്നേരെ, തന്നേക്കാം. ഏതായാലും നീ ഇതുവരെ വന്നതല്ലേ? അങ്ങനെ ആശാന്റെ ഓശാരമൊന്നും വേണ്ട. അധ്വാനിച്ചതിന്റെ കൂലിയാ ചോദിക്കുന്നത്. നാളെ രാവിലെ കറക്റ്റായിട്ട് വരും. ഉറപ്പായിട്ട് തരണം, മറക്കണ്ട. പാടരമണ, നീ അകത്തോട്ടിരിക്കേ.
എങ്ങനെയുണ്ട് അവന്റെ കച്ചവടമൊക്കെ? ഏയ് അവിടെ എന്ത് കച്ചവടം? അതിരിക്കട്ടെ, ഇവിടെ എങ്ങനെയുണ്ട്? ഉണ്ടക്കായ മിച്ചറും ഉണ്ടക്കാക്കും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അല്ല, നാളത്തെ ഗുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടടോ, നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അലുവയും വറുത്ത കായും. നാട്ടുകാർ മുഴുവൻ വരും നിങ്ങളുടെ അലുവയും വറുത്ത കായും തില്ല. സഹദേവേട്ട് അവിടെ എന്താ സപ്ലൈ അറിയാമോ? ചറോട്ടയും പോപ്സും. അല്ല, പൊറോട്ടയും ചാപ്സും. ആളുകൾ ഇടിച്ചു കയറും. എന്നാ പിന്നെ ഞാനിത് തുടങ്ങിക്കളെ. എങ്ങനെ തുടങ്ങാനാ? മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആട്ടിറച്ചോ കോഴി ഇറച്ചിയൊക്കെ കിട്ടുമോ? പിന്നെന്താ ചെയ്യാ? പിന്നെ ഞാനൊരു വഴിയും കാണുന്നില്ല. എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട്. നിനക്ക് ഞാൻ 10 രൂപ തരും. ഒരു ചെറിയ പണി ഒപ്പിക്കണം. ഒപ്പിക്കാം. അവന്റെ ചാപ്സ് റെഡിയാവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം. അയ്യോ, അത് വലിയ ചതിവല്ലേ നകുലേട്ടാ? എടോ, സത്യവും മര്യാദയും കൊണ്ടിടന്ന ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. കാര്യമൊക്കെ ശരിയാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല. നിനക്ക് ഞാൻ 20 രൂപ തരാം. രൂപ? ശരി, ഞാൻ ചെയ്യാം. ഓ, നിന്റെ ദൈവം രക്ഷിക്കടാ. നേതാവേ, മൈക്ക് ഒന്ന് കാറ്റുന്നാ. നമസ്കാരം. ആശാനെ, ജോലി തിരക്കാണല്ലേ? നാളെയല്ലേ കുസ്തി? അല്ല, മണ്ണ് വെല്ലമർന്നു പിടിക്കുമ്പോ ഇളകിക്കോളും. എല്ലാ ഇത്തവണ ഉടുമ്പ് തറ പറ്റുമോ? പിന്നെ അതോ ആശാൻ തറ പറ്റുമോ? ആരാ തറ പറ്റുന്നത് നാളെ പിടിക്കുമ്പോ കാണാമല്ലോ. അല്ല, കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. പിടിക്കുമ്പം കാണാമല്ലോ, പിടിക്കുമ്പം കാണാമല്ലോ. എനിക്ക് മുതൽ മുടക്കൊന്നുമില്ലല്ലോ. ഒരു രേഖ പറ്റും. പിന്നെന്താ, ആര് ജയിച്ചാലും തോറ്റാലും തനിക്കെന്താ? അതൊന്നുമില്ല, മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഈ മാസം മാസം അനാവശ്യമായി ചെലവാക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അത് ഈ നാട്ടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ സംഭാവന എന്നെ ഏൽപ്പിച്ചൂടാന്ന് ചോദിച്ചതാണോ? ഞാന് ഓ, കണ്ടവന്റെ വീട് തോറും കേറി ഇറങ്ങി തെണ്ടി നടന്ന് പിരിക്കാറില്ല. സ്വന്തം തറവാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പൈസയാ. വേണേ വന്നിട്ട് കണ്ടിട്ട് പോ. നടക്കട്ടെ നേതാവേ, ഒന്നുമില്ലേലും വല്ലപ്പോഴും ഒരു ഗുസ്തി ഓസിന് നമുക്ക് കാണാമല്ലോ. നിന്റെയൊക്കെ ജീവിതം തന്നെ ഓസാണല്ലോടാ, അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം. ഉടുമ്പിനെ തറ പറ്റിച്ചിട്ടേ ഞാൻ അടങ്ങൂ. ജയ് ഹനുമാൻ. എന്ത് ചെയ്യാനാ? തലക്ക് സുഖമില്ലാതെ ഇപ്പൊ ഒന്ന് പറ, ഒന്നുകൂടി പറ. ഒന്ന് വേഗം കൊണ്ടുപോകാൻ ചേട്ടാ. ഇപ്പൊ തരാം. എത്ര നേരമായി? ഇപ്പൊ തരാം. നല്ല ഒന്നാന്തരം മട്ടൻ ചാപ്സ്, ഇന്നത്തെ ഗുസ്തി സ്പെഷ്യൽ. ഇവർ ചുപ്പാണല്ലോ. എന്താണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? എന്താണ് മനുഷ്യർ ഗുരുവായൂരപ്പ ചാദിച്ചോ? ഹലോ, മനസ്സിലായില്ല? അല്ല, ഞാൻ ഈ മുത്താരം കുന്നെന്ന് പറയുന്ന സ്ഥലം എങ്ങോട്ടാ പോകേണ്ടത്? എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല. പിന്നെ എന്തിനാ അവിടെ ബസ് ഇറങ്ങിയത്? സത്യം പറ. ഞാനും ബസ്സിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ കള്ള നോട്ടും ആ പരുങ്ങലും ഇടയ്ക്കിടയ്ക്ക് പേനെടുത്ത് ഡയറിയിൽ എഴുത്തും. എന്തിനാണ് സുഹൃത്തെ എന്നോട് ഒളിച്ചു പിടിക്കുന്നത്? ഞാനും ഗവൺമെന്റിന്റെ ആള് തന്നെയാ. ഈ പ്രദേശത്ത് ഏത് സിഐഡി വന്നാലും ആദ്യം എന്നെ കാണുക എന്നുള്ളത് അതൊരു പതിവാണ്. പക്ഷെ ഞാൻ മതി 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 ഇനി ഒരു അക്ഷരം പറയണ്ട. എന്റെ സിഐഡി കുട്ടാ, വാ 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 ഇവിടെ വാ വാ. അല്ല, അതിരിക്കട്ടെ, സാറിപ്പം ഏത് കേസ് പിടിക്കാനാ അങ്ങോട്ട് പുറപ്പെട്ടത്? ഇതെന്റെ സ്വന്തം കേസ് തന്നെയാ. സ്വന്തം കേസോ? അതും എന്റെ നിയോജക മണ്ഡലത്തിലോ? സാറ് MLA ആണോ? അല്ല, ആയിട്ടില്ല, അടുത്ത തന്നെയാകും. അതിന്റെ കരുനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല,
ഒരു കാര്യം ചോദിച്ചോട്ടെ. 1.5 വർഷം മുമ്പ് അമ്പലക്കുളത്തിൽ ശാന്തയുടെ ശവം പൊന്തിയല്ലോ, അത് കൊലപാതകമാണെന്ന് അന്ന് തന്നെ ഞാൻ സർവത്ര മന്ത്രിമാരെയും വിളിച്ചു പറഞ്ഞിരുന്നു. സത്വര നടപടികൾ കൈക്കൊള്ളാമെന്ന് അവർ എനിക്ക് വാഗ്ദാനവും ചെയ്തിരുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കാൻ പുറപ്പെട്ടതല്ലേ? പ്ലീസ്, എന്റെ സ്വന്തം കേസെന്ന് പറഞ്ഞത് എന്റെ തന്നെ ജീവിത പ്രശ്നം എന്ന അർത്ഥത്തിലാണ്. ഇവിടെ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി എന്നെ നിയമിച്ചിരിക്കുകയാണ്. നേരോ ബാർബർ ഷോപ്പാണ്, തലോടി കൊട്ടി. ഇതും എന്റെ കഴിവുണ്ട്, ഞാൻ എത്തിച്ച. പ്രിയപ്പെട്ട നാട്ടുകാരെ, എവിടെ പോയി കിടക്കാടാ? സാധനം എവിടെ വേണം? ഇവിടെ ഇറങ്ങിയോ, ഇങ്ങോട്ട് ഇറങ്ങിയോ, ഇവിടെ ഇറങ്ങിയോ? ആടേ ഇവിടെ വരും. ഒന്ന് ശ്രദ്ധിക്കൂ. വളരെ നാളത്തെ എന്റെ അസാന്ത പരിശ്രമത്തിന് ഫലമായി ഇതാ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഈ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് മാസ്റ്റർ എത്തിയിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എത്തിച്ചിരിക്കുകയാണ്. എന്താ പേരെന്ന് പറഞ്ഞു? ദിലീപ് കുമാർ. അതെ, ദിലീപ് കുമാരൻ. സുന്ദരനായ ഈ ചെറുപ്പക്കാരനാണ് ഇനി അങ്ങോട്ട് ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ കത്തുകുത്തുകൾ കൈകാര്യം ചെയ്യുന്നത്. സാർ, എന്റെ കടയിലിരിക്കാം, ഒരു ചായ കുടിക്കാം സാർ. എന്റെ കടയിലിരിക്കാം സാർ. സാർ, എന്റെ കടയിൽ പഴംപൊരിയുണ്ട്. സാർ, എന്റെ കട ദോശയുണ്ട്. എന്റെ കടയിൽ ഉണ്ടമ്പൊരിയുണ്ട്. സാർ, എന്റെ മനുഷ്യനായ സൗകര്യമാണ് ആവശ്യം. ആ സൗകര്യം നിങ്ങൾ തരുന്നില്ലെങ്കിലോ ഞങ്ങളെ എന്ത് ചെയ്യണം? ഇവിടെ സൈക്കിൾ ഷാപ്പ് എന്താ സാറിന് എന്താ ആവശ്യം? എന്താ വേണ്ട എന്നോട് പറയും. എനിക്ക് താമസ സൗകര്യം ഏർപ്പാട് ചെയ്യാൻ വാസുവിന് എഴുതിയിരുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു സാറേ. അതെന്താ? സാറിന് വാസുവിനല്ലേ കണ്ടത്? എടാ പെട്ടി എടുക്കടാ. വരൂ. ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിരിക്കണം. എന്താ? ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, വാ. ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. എടുത്തോട്ട് പോണോ? രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ആ ചായയല്ല ഈ ചായ, ഞാൻ കൊണ്ടുവന്ന ചായയാണ് ചായ. അല്ല, നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരമില്ലേ? എനിക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. പ്ലീസ്, ഇത് നിർത്തോണ്ട് പോകും. സാറ് കാശ് തരണമെന്നില്ല, പക്ഷെ ദിവസവും എന്റെ കടയിൽ തന്നെ വരണം. ഞാൻ പറ്റുതരാം. നല്ല ഉണ്ടക്കായ, നെയ്യപ്പം, മധുരസേവ. ആദായ വിലയ്ക്കാണ് ഞാൻ സാധനങ്ങൾ വിൽക്കുന്നത്. നിങ്ങൾ ഇത് എടുത്തോണ്ട് പോകുന്നോ അതോ ഞാൻ വലിച്ചെറിയണോ? എടാ പെരുങ്കള്ള, 10,000 രൂപ കട്ടത് നിന്റെ അച്ഛനാടാ. അമ്മയുടെ കള്ളയൊപ്പിട്ട് 60 സെന്റ് സ്ഥലം തട്ടിയെടുത്തത് നീയാണടാ. എന്റെ മുഖത്ത് നോക്കി നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് നിന്റെ അവസാനമായിരുന്നേനെ. ധൈര്യമുണ്ടെങ്കിൽ നീ കടലോട്ട് വാടാ. വരുന്നടോ. അല്ലെങ്കിൽ നാളെ ആവട്ടെ. ഭാരതിയമ്മ, പ്രിയപ്പെട്ട ചോട്ടനോ? ചോട്ടന്റെ കുത്ത് കിണ്ടി. ചോട്ടൻ എന്നെ കറുപ്പിണിയാക്കിയിട്ട് ആടിക്കളയാമെന്ന് നക്കണ്ട. ഭാരതിയമ്മ. ഭാരതിയമ്മ ഇതൊന്ന് അന്വേഷിക്കേണ്ട കേസാണല്ലോ. ആരാത്? എന്താ വേണ്ടേ? അല്ല, ഞാൻ പിന്നെ ഇവിടുത്തെ ഫയൽമാനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആരെ? ഇവിടുത്തെ ആശാനെ. ഇവിടെ ഇല്ല, വെളിയിൽ പോയിരിക്കുക. ഇപ്പൊ വരും. എവിടുന്നാ? എന്റെ വീട് കൊല്ലത്താ. ഞാനിവിടെ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററാ. ഓ, കത്ത് വല്ലതുണ്ടോ? ഇല്ല, ഇപ്പൊ കത്തില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ ഫയൽമാനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നു. ആരെ? ഇവിടുത്തെ ആശാനെ. ആ, അകത്തോട്ട് കയറി ഇരിക്കൂ. അകത്തില്ലല്ലോ, ഉറപ്പാണേ. വരൂ, ഇരിക്ക്. അമ്മേ,
ഞാൻ അമ്മയെന്ന് വിളിച്ചതിൽ ദേഷ്യം തോന്നരുത്. എന്തോ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നി. അമ്മേ, ഇവിടെ എത്ര അംഗങ്ങളുണ്ട്? ഞാനും അമ്മുവിന്റെ അച്ഛനും പിന്നെ അമ്മുവും. എന്താ? അല്ല, ഈ രജിസ്റ്റർ ചെയ്ത കത്തുകൾ വരുമ്പോൾ നേരിട്ട് മേൽവിലാസക്കാരനെ ഏൽപ്പിക്കണം എന്നാണ് നിയമം. എനിക്ക് എല്ലാവരെയും നേരിലൊന്ന് പരിചയപ്പെടണം. അമ്മ ഇവിടെ ഇല്ലേ? ഓ, അവക്കാരും കത്തയക്കാനൊന്നുമില്ല. അഥവാ വല്ല രജിസ്റ്ററോ മറ്റോ? ഏയ്, ഇവിടെ അങ്ങനെ കത്തൊന്നും വരാറില്ല. പിന്നെ ആകെ കൂടെ വരുന്നത് വക്കീൽ നോട്ടീസാ. ഓഹോ, അത് ഇടയ്ക്കിടയ്ക്ക് വരും. അത് ശരി. വല്ല ഇല്ലല്ലോ മറ്റോ ആവശ്യമുണ്ടോ? ഏയ്, അഥവാ വേണമെന്നുണ്ടെങ്കിൽ കുട്ടിയെ പറഞ്ഞു വിട്ടാ മതി. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും. ഇവിടത്തേക്കാവുമ്പോ എന്തെങ്കിലുമൊക്കെ വില കുറച്ച് തരാം. ഈ ഇല്ലെന്റും കാർഡും ഒക്കെ. കൊല്ലത്താണെന്നല്ലേ പറഞ്ഞത്? ഇവിടെ എവിടെയാ താമസിക്കുന്നേ? ഇവിടെ ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുക. അച്ഛനും അമ്മയും ഒരുപാട് നിർബന്ധിച്ചതാ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി ബുദ്ധിമുട്ടുണ്ടാന്ന്. കൊല്ലത്താവുമ്പോ കാറുള്ളത് കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ അച്ഛന്റെ കാറോ ചേട്ടന്മാരുടെ കാറുകളോ ഞാൻ ഉപയോഗിക്കാറ്. എല്ലാവർക്കും കാറുണ്ടോ? ഉണ്ട്. കാറുണ്ട്, ലോറിയുണ്ട്, ബസ്സുണ്ട്. ഹോ, അച്ഛനും അമ്മയും പറഞ്ഞതിൽ എന്താ തെറ്റ്? വെറുതെ എന്തിനാ ഈ ജോലിക്ക് വന്നത്? അത് സ്വന്തമായിട്ട് അധ്വാനിച്ച് 4 കാശുണ്ടാക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയാ. അമ്മേ, അച്ഛൻ വരുന്നുണ്ട്. അയ്യോ, ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ല, കാണണോന്ന് പറഞ്ഞിട്ട്? അല്ല, അത് സമയം ഒരുപാടായി പോയി. അതുപോലെ പോസ്റ്റ് ഓഫീസ് തുറന്നു കിടക്കുകയാണ്. ഞാൻ പിന്നെ വരാം. ഏതായാലും അമ്മണിക്കുട്ടിക്ക് കത്തൊന്നുമില്ല. നോക്കിയാൽ ശരിക്കും നോക്കിയതാ. കത്ത് വല്ലതും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവരും. ഒരു 3 ഇല്ലന്റ്. 1 രൂപ 5 പൈസ. 1 രൂപ 5 പൈസ. ചായോ മറ്റോ വേണോ സാർ? വേണമെങ്കിൽ അറിയിക്കാം. പിന്നെ സാർ ഒരു ഉപകാരം ചെയ്യണം. മറ്റവനില്ലേ ആ തിണ്ട് നൊകലിൽ, ദയവ് ചെയ്ത് സാർ അവന് ഇല്ലെന്റും കാർഡ് ഒന്നും കൊടുക്കരുത്. ആവശ്യക്കാർക്ക് കൊടുക്കാനല്ലേ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അവൻ എന്തോന്ന് ആവശ്യം സാറേ? അവന്റെ അമ്മാവിയമ്മയുടെ പൊലവിളിക്ക് നാട്ടുകാരെ ക്ഷണിക്കാനോ? ഇവിടെ തോന്നിയ ദിവസം പറയാനുണ്ടല്ലോ. അവനോടെ കടയിലുണ്ടല്ലോ, നേരിട്ടങ്ങ് ചോദിച്ചാൽ മതി. ചോദിച്ചാൽ അവൻ എന്തോ ചെയ്യാൻ വിഴുങ്ങുമോ? ഇടിച്ചവന് 32 പല്ല് ഞാൻ കളയും. സാർ ഇനി അവൻ ഇന്ത്യയിൽ ഒന്നും കൊടുക്കരുത്. ഇനി അവൻ എനിക്ക് കത്ത് എഴുതിയാൽ അന്ന് അവന്റെ അവസാനമാണെന്ന് സാർ അവനോട് പറഞ്ഞേര്. ഞാനാരും എന്റെ കൂലിക്കാരനോ? താൻ പറയുമ്പോ പോയി അങ്ങോട്ട് പറയാൻ. സാറിനറിയാവോ, എനിക്കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തള്ളയെ കൊണ്ട് കളവ് പിടിച്ച് തട്ടിയെടുത്ത തെണ്ടി കള്ളനാവേ. പാടം വിറ്റ വകയിൽ പെറ്റ തള്ളയുടെ പെട്ടിന്ന് 10,000 രൂപ ഈ തെണ്ടി മോട്ടിച്ചെടുത്താണ് ഇവിടെ ചായക്കട തുടങ്ങിയത്. ഫയൽമാൻ കൊച്ചുകൂട്ടമ്പിള്ളയുടെ ആൾക്കാരാ. ആൾക്കാര് ഒരു 10-100 പേരുണ്ടായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ ആയുധവും. എന്നിട്ട് കുറച്ചു സമയം ഞാൻ അടിച്ചു നിന്നു. പക്ഷെ എന്റെ കയ്യിൽ ആയുധം ഇല്ലായിരുന്നല്ലോ. ഇത് പോട്ടെ, എന്നല്ല വിളിക്കാത്തത്. എന്തിനാ ചീട്ട് കളിക്കണം? മാഷെ കാര്യം പറ. വെറുതെ തന്നെയായിരിക്കും. വെറുതെ അങ്ങനെ ഒരാൾ തല്ലോ മാഷെ? കാര്യം പറ, തെളിച്ച് പറ. എന്താ ഇങ്ങോട്ട് വന്നേ. എന്താ ഇനി സത്യം പറയാം. പറഞ്ഞോളൂ. ഒരു കുഞ്ഞു പോലും ഇങ്ങോട്ട് വരില്ല. എടാ ഇപ്പ ആരും ഇങ്ങോട്ട് ഇവിടെ ഇരുന്നോട്ടോ. എനിക്ക് അയാളുടെ മകൾ അമ്മിണിക്കുട്ടിയെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടോളൂ. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ചോളൂ, കല്യാണം കഴിച്ചോളൂ. പ്രേമിച്ചു പോയത് ഒരു കുറ്റമാണോ? ആരും പറഞ്ഞു കുറ്റാണെന്ന് പ്രേമിച്ചോളൂ. എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഞാൻ അന്യനാട്ടുകാരനല്ലേ. അത് പറയരുത്. ഇന്ത്യ മഹാരാജ്യത്തിലെ വോട്ടവകാശമുള്ള പൗരനാണെങ്കിൽ അമ്മിണിക്കുട്ടിയെ കയ്യിൽ അമ്മിണിക്കുട്ടിയെ നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ കുട്ടമ്പിള്ളയുടെ കാടത്വത്തിനെതിരെ ഞാൻ ശബ്ദം ഉയർത്തുന്നു. ഇല്ല, ആരും ശബ്ദം ഉയർത്തണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. സഖാവേ, ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ആണോ? അല്ല. ഈ മുത്താനം കുന്നിലെ സ്വാതന്ത്ര്യത്തിന് കൊതിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമാണ്. ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. കയ്യൂക്ക് കൊണ്ടും അടിതട കൊണ്ടും പ്രശ്നം ഒതുക്കാൻ നോക്കണ്ട. പ്രേമിക്കും ഇനിയും ഞങ്ങൾ പ്രേമിക്കും.
ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന് കല്യാണം അത് കല്യാണം. കയ്യൂക്ക് കൊണ്ടും അടിതട കൊണ്ട് പ്രശ്നം ഒതുക്കാൻ നോക്കേണ്ട. ദിലീപ് കുമാറിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി കുട്ടമ്പിള്ളേ. ഇംഗ്ലണ്ട് 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 സിന്ദാബാദ്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ട് ഇപ്പൊ. അതെ നേരാവേ, ഞങ്ങൾ ചീട്ടുകൾ മുടക്കിട്ടാ വന്നിരിക്കുന്നത്. മുടക്കണ്ട, പോയി കളിച്ചോ. അല്ല അത് പോയി കളിക്കാൻ, പക്ഷെ വന്നതിന് എന്തെങ്കിലും ഫലം വേണം. ഇവിടെ ഇവിടെ വാ. ആദ്യം നിന്റെ ഈ ശബ്ദം ഒന്ന് കുറയ്ക്ക്. അതിനുശേഷം എന്താഴ്ച ഞാൻ ചെയ്തോളാം കേട്ടോ. മാറും വിടാൻ കൊള്ളത്തില്ലല്ലോ. ഗംഭീര ജാഥ, പ്രതിഷേധത്തിന്റെ ശംഖനാദം ഗ്രാമാന്തരീക്ഷത്തിൽ അലയടിച്ചു വരികയാണ്. നിങ്ങൾ പ്രശ്നം വഷളാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? മിസ്റ്റർ ദിലീപ് കുമാർ, സ്വല്പം മനസാക്ഷിയോടുകൂടി സംസാരിക്കണം. എങ്ങു നിന്നോ കടന്നു വന്ന നിങ്ങൾക്ക് വേണ്ടി മുത്താരംകുന്നിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒന്നടങ്കം ശബ്ദം ഉയർത്തുകയാണ്. നന്ദി വേണോടോ, നന്ദി. തൽക്കാലത്തെ ആവശ്യത്തിന് ഇതിരിക്കട്ടെ. അയ്യോ, ഞാനത് വേറൊരു ആവശ്യം. വേണ്ട, സംസാരിക്കണ്ട, ഒന്നും സംസാരിക്കണ്ട, വിശ്രമിക്കൂ. അയ്യോ എടാ, നിനക്ക് ഞാനുണ്ടടാ. ഈ KPK തങ്കപ്പൻ ചേട്ടനുണ്ടടാ. ഈ നാട്ടിലെ ബഹുജനങ്ങളുണ്ട്. KP അമ്മണിക്കുട്ടിയെ നീ വിവാഹം കഴിക്കണം. ഇല്ലെങ്കിൽ കേൾപ്പിക്കും. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. എന്ത് ജാഥ? മർദ്ദന പ്രതിഷേധ ജാഥ. ജാഥ എങ്കിൽ ജാഥ, എല്ലാത്തിനെയും ഞാൻ ഇടിച്ച് നിരപ്പാക്കും. ഒന്ന് ചുമ്മാ ആശാനെ, ശരീരം നോക്കുന്നവർക്ക് സാധാരണ തലച്ചോറ് വർക്ക് ചെയ്യാറില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആശാൻ ജാഥയെ ഒന്ന് നേരിടണം. ശ്രീകുമാരനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി ഇയാളങ്ങോട്ട് പോട്ടെ. ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന് കല്യാണം അത് കല്യാണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന് കല്യാണം അത് കല്യാണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന് കല്യാണം അത് ഇത് കല്യാണം. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ആരാ നിങ്ങളുടെ നേതാവ്? നീയാണെന്ന് പറടാ. തീപ്പരി ഞങ്ങളുടെ നേതാവ്. നേതാവ് മുന്നോട്ട് വരട്ടെ. ഞങ്ങൾക്കില്ല ഇവിടെ. അടിയെങ്കി അടി, വെടിയെങ്കി വെടി. നേതാവ് അരിയാട്ടി എന്നെ അകത്രത്തിന് നീ ഇത് ഇവിടെ ഡയറി ഓടി തള്ളല്ലേ തള്ളല്. ഞാൻ പോകണ്ട, ഞാൻ പോയിക്കോളെ, ഞാൻ പോയിക്കോളാം. നടപ്പില്ല. ഇല്ലേ? ഇല്ല, നടപ്പില്ല. ഉറപ്പാണോ? ഉറപ്പ്. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. 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 നിർത്ത്. ഇത് വെറും ഒരു സൂചന മാത്രം. ഘരാവോ, സത്യാഗ്രഹം, ദേവതന്ത്രം തുടങ്ങിയ ഞങ്ങളുടെ വിപുലമായ പരിപാടികൾ അണിയറിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. ആലോചിക്കാൻ അധികം സമയമില്ല.
ഗുസ്തിക്കാരൻ കൊച്ചുകുട്ടമ്പിളുടെ മകളെ ഒരു കൈയൂക്കുള്ളവനെ കല്യാണം കഴിച്ചു കൊടുക്കും. ഈ തീരുമാനത്തിന് മാറ്റമില്ല. ദിലീപൻ കയ്യൂക്കില്ലാത്തവനാണെന്ന് ആര് പറഞ്ഞു? എന്നിട്ട് കയ്യൂക്കുള്ളവൻ എവിടെ? ആശുപത്രിയിലോ ചുടുകാട്ടിലോ? 50 പേര് വന്നാലും ഒറ്റയ്ക്ക് തല്ലി നേടുന്നവനായ എന്റെ അനന്തരവൻ, അവനാ എന്റെ മോളുടെ ഭർത്താവ്. ആ അനന്തരവനെയും കൂടെ 50 പേരെയും തല്ലി നേടുന്നവനാണ് ഈ ദിലീപ് കുമാർ. തെളിയിക്കണം. അയ്യോ തെളിയിച്ചാൽ തെളിയിച്ചാൽ പെണ്ണവന്. അപ്പൊ എപ്പ തല്ലണം? തീയതി നിശ്ചയിക്കും. എത്ര പേരെ തല്ലണം? തമ്മിൽ തല്ല് ശാസ്ത്രത്തിൽപ്പെട്ടതല്ല. കരക്കാരുടെയും പ്രമാണിമാരുടെയും സാന്നിധ്യത്തിൽ നേരിട്ട് ശക്തി പരീക്ഷിക്കട്ടെ. ഗുസ്തി, ഗാട്ടാ ഗുസ്തി. ആരോട്? ആശാനോടോ? സിംഹം കുറുനരികളെ നേരിടാറില്ല. ആളും തീയതിയും പുറമേ അറിയിക്കും. ജയ് ഹനുമാൻ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. നടപ്പില്ല. ഇല്ലേ? ഇല്ല, നടപ്പില്ല. ഉറപ്പാണോ? ഉറപ്പ്. വിളിയടാ. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. 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 നിർത്ത്. ഇത് വെറും ഒരു സൂചന മാത്രം. ഘരാവോ, സത്യാഗ്രഹം, ദേവതന്ത്രം തുടങ്ങിയ ഞങ്ങളുടെ വിപുലമായ പരിപാടിയിൽ അണിയറിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. ആലോചിക്കാൻ അധികം സമയമില്ല. ഗുസ്തിക്കാരൻ കൊച്ചുകുട്ടമ്പിളുടെ മകളെ ഒരു കൈയൂക്കുള്ളവനെ കല്യാണം കഴിച്ചു കൊടുക്കും. ഈ തീരുമാനത്തിന് മാറ്റമില്ല. ദിലീപൻ കയ്യൂക്കില്ലാത്തവനാണെന്ന് ആര് പറഞ്ഞു? എന്നിട്ട് കയ്യൂക്കുള്ളവൻ എവിടെ? ആശുപത്രിയിലോ ചുടുകാട്ടിലോ? 50 പേര് വന്നാലും ഒറ്റയ്ക്ക് തല്ലി നേടുന്നവനായ എന്റെ അനന്തരവൻ, അവനാ എന്റെ മോളുടെ ഭർത്താവ്. ആ അനന്തരവനെയും കൂടെ 50 പേരെയും തല്ലി നേടുന്നവനാണ് ഈ ദിലീപ് കുമാർ. തെളിയിക്കണം. അയ്യോ തെളിയിച്ചാൽ തെളിയിച്ചാൽ പെണ്ണവന്. അപ്പൊ എപ്പ തല്ലണം? തീയതി നിശ്ചയിക്കും. എത്ര പേരെ തല്ലണം? തമ്മിൽ തല്ല് ശാസ്ത്രത്തിൽപ്പെട്ടതല്ല. കരക്കാരുടെയും പ്രമാണിമാരുടെയും സാന്നിധ്യത്തിൽ നേരിട്ട് ശക്തി പരീക്ഷിക്കട്ടെ. ഗുസ്തി, ഗാട്ടാ ഗുസ്തി. ആരോട്? ആശാനോടോ? സിംഹം കുറുനരികളെ നേരിടാറില്ല. ആളും തീയതിയും പുറമേ അറിയിക്കും. ജയ് ഹനുമാൻ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. പോസ്റ്റ് സാറേ ഇല്ലേ? ഒന്ന് കഥ സമയായിരുന്നേ. ദിലീപ് ബൽബനെ, ഹലോ ബൈലോണേ. ഒന്ന് കഥ ഞാനൊരു മുണ്ടെടുത്തെടുത്തോണ്ട് കൊടുത്തിട്ടുണ്ടോ? ചായ 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 ക്ലാസ്സിങ്ങെടുത്തേ ചൂട് ചായ ചായ നല്ല ചായ 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 ചായ. ഹോർലിക്സ് ഉണ്ടോ? ഫസ്റ്റ് ക്ലാസ് ഉണ്ടംപൊരി ഉണ്ട്, വേണോ? ഹോർലിക്സ് നാളെ നാളെ വാ. ശുദ്ധമായ പശുമ്പാലി ചേർത്ത ചായ കൊണ്ട് പോറോ അവിടുന്ന്. പോരോ ഗാട്ടാ ഗുസ്തി ചായ പോറോ അവിടുന്ന്. ചായ ഒന്ന് മാറിക്കേ. ചായ
ചൂട് ചായ ചായ, ചായ ചായ. ചായ ചായ ചൂട് ചായ. ഞാൻ ചോദിച്ചപ്പോ താനല്ലേ ചായ വേണ്ടെന്ന് പറഞ്ഞേ ഇപ്പൊ വേണമെന്ന് തോന്നി ഇളിക്കാതെ പോടാ, നിന്നെ പോലെ പഞ്ചസാരക്ക് ഒരു സാഹചര്യം ഇവിടെ അല്ലടാ ഞാൻ ചായ കൊടുക്കുന്നത്. സാക്രിനിട്ട് ചായ വിൽക്കുന്ന നീയാണോ തണ്ടി ആൾക്കാർ അവമാനിക്കും. പുല്ലാണടാ ഒന്ന് പോണ അവിടുന്ന് വെള്ളം ഉണ്ടാക്കാതെ നിന്റെ വീട്ടിലാണ് വെള്ളം ഉണ്ടാക്കാൻ എന്റെ കസ്റ്റമറെ അവമാനിച്ചാൽ അടിച്ചു നിന്റെ എല്ലൊടിക്കും. എന്നാ എല്ലോടിയടാ ഓടി ജയിലിൽ പോടാ കൊടൽമോലയോ ഉള്ളിലെടുക്കും നിന്റെ എനിക്കിനി മുന്നും പിന്നും നോക്കണ്ടോ അങ്ങോട്ട് ചെല്ലേട്ടാ. അങ്ങോട്ട് ചെല്ലല്ലേ നേതാവേ ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ ധൈര്യമായിട്ട് അവിടെയല്ലേ ധൈര്യക്കേട് അങ്ങോട്ട് ചെല്ല. ഞാൻ പോവാ തള്ളാതെ. ഞങ്ങളുടെ ഫയൽമാൻ ഗുസ്തിയിൽ ജയിച്ച സ്ഥിതിക്ക് ഇനി കല്യാണത്തിന് വയ്യ കൂടാ. ജയിച്ചതാണെങ്കിൽ ആരെങ്കിലും തോക്കണ്ടേ? അപ്പുകുട്ടൻ ഫയൽമാൻ ചക്ക വെട്ടിട്ടതുപോലെ വീണതോ? അത് വീണു പോയതല്ലേ, ആരും വീഴ്ചതല്ലോ. ഫൽഗുനൻ കുറ്റമായിട്ടല്ലോ. ദേവോദരെ ഏൽപ്പിച്ച് ഫൽഗുനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചല്ലേ? അപ്പോ ജോത്സ്യത്തിൽ തെളിഞ്ഞതോ? ജോത്സ്യത്തെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വസിക്കണ്ട, നേരിൽ കാണുന്നത് വിശ്വസിക്കാമല്ലോ. ചതിയും വഞ്ചനയുമില്ലാതെ മുറപ്രകാരം ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ഫയൽമാൻ എന്റെ ഫയൽമാനെ ഗോദായിൽ മലത്തട്ടെ. ആളും തീയതിയും പുറമേ അറിയിക്കും. പിടിക്കാം അല്ലെങ്കിൽ ഒഴിയാം. അത് ഞാൻ സർവശക്തി ഉപയോഗിച്ച് ഞങ്ങളുടെ ഫയൽമാൻ പിടിക്കും. കണ്ടോളാം കുരുക്ഷേത്രത്തിൽ കണ്ടോളാം കുരുക്ഷേത്രത്തിൽ കണ്ടോളാം കുരുക്ഷേത്രത്തിൽ കണ്ടോളാം. കുടുംബണ്ണ വരുന്നുണ്ട്. ഒരു രൂപ പൊതിഞ്ഞു കൊടുത്തിട്ട് പിടിച്ചോ. എന്തൊന്നാ ഇത്? എല്ലാം പറഞ്ഞു തരാം. നിനക്ക് പരിചയമുള്ള കംപ്ലീറ്റ് പരദേവതകളെ മനസ്സിൽ ധ്യാനിച്ച് കാലുപിടി അനുഗ്രഹിക്കും മച്ചമ്പി. ആരാ എന്താ എന്നൊന്നും അറിയാതെ? ആഹാ, അപ്പൊ ഉടുമ്പു മച്ചമ്പിക്ക് ആളെ മനസ്സിലായില്ലല്ലേ? ഈ കിടക്കുന്നതാണ് സാക്ഷാൽ ദിലീപ് ഫൈൽവാൻ. ഓ, നമ്മുടെ ജിങ്കാനെ മലർത്തിയടിച്ച. അത് തന്നെ. മച്ചമ്പി എന്താ അങ്ങനെ നോക്കുന്നത്? അല്ല, കണ്ടിട്ടൊരു ഫൈൽവാനാണെന്ന് തോന്നുന്നില്ലല്ലേ? കണ്ടാ തോന്നുകയല്ല. അരിതട, കളരിപ്പയറ്റ്, പടക്കം പാട്ട്, കരാട്ടെ ഇതൊക്കെയാണ് ഫൈൽവാന്റെ പ്രധാനപ്പെട്ട നമ്പർ. പക്ഷേ ഗുസ്തിയിൽ ഒന്നുകൂടെ ഒന്ന് കഴിഞ്ഞ് തെളിയാനുണ്ടോ? പിന്നെങ്ങനെ ജിങ്കാനെ മലർത്തിയടിച്ചത്? അത് അങ്ങനെ അങ്ങ് മലർന്നു എന്നേ ഉള്ളൂ. അവനുണ്ടല്ലോ കൊച്ചുകുട്ടൻ, ഞൊണ്ടിക്കുട്ടൻ, അവൻ ഇനിയും ഫൈൽവാന്മാർ ഇവിടെ കൊണ്ടുവരും. ജിംഖാനെ ഇവിടെ തന്ത ഫൈൽവാന്മാരെ. ഇനി ഏവനെ കൊണ്ടുവന്നാലും തൊട്ടകൈക്ക് അടിച്ച് മലർത്താനുള്ള ശേഷിയും സൂത്രങ്ങളും മച്ചമ്പി ഇദ്ദേഹത്തെ അഭ്യസിപ്പിക്കാം. ആരെ വേണോ മലർത്താം. പക്ഷേ ഞാൻ അങ്ങനെ ആരെയും ശിഷ്യന്മാരായി സ്വീകരിക്കാറില്ല. അത് പറയരുത്. ഉടുമ്പിന്റെ കാലം കഴിഞ്ഞാൽ ആ പാരമ്പര്യം നിലനിർത്താൻ ഇവിടെ മറ്റൊരു ഉടുമ്പ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു ഓന്തെങ്കിലും വേണ്ടേ? അവസാന കാലത്ത് ഈശ്വരൻ നേരിട്ട് കൊണ്ടുതന്നതായ ശിഷ്യനാണെന്ന് കരുതി ഇവിടുത്തെ മനസ്സ് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ഇതപ്പോ വലിയ കാര്യം. ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ഒന്ന് എഴുന്നേൽക്ക്. ഏത് വമ്പനായാലും ദേവേന്ദ്രന്റെ മകൻ കൊച്ചുപപ്പു ആയാലും അവനെ മലർത്താനുള്ള സിദ്ധിയും ശക്തിയും നിനക്ക് ഞാൻ ഉണ്ടാക്കിത്തരും. ജയ് കാളീശ്വരി. കാളീശ്വരി മോളെ, അച്ഛൻ വിളിക്കുന്നേ. കാളീശ്വരി ദേവിയാ. താരാസിംഗ് ആരാണേ? കൊച്ചുകുട്ടമ്മയുടെ ആരെയാണോ? അങ്ങനെ വിളിക്കുമ്പോ ചൂല് പോയി കൊണ്ട് ഓടി വരെ പോയി പണി നോക്കാൻ പറയടി. ചുമ്മാ വരട്ടേ. വെറും വിരട്ടാണെന്ന് പറയാൻ ഒക്കൂല്ല നേതാവേ. പിന്നെ ഈ മുണ്ടിക്കുട്ടൻ പണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ട്. ദാരാസിംഗും കുട്ടനും കൂടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ വീട്ടിൽ ഇരിപ്പുണ്ട്.
അതൊക്കെ വെറും തട്ടിപ്പാണേ. ഞാനും പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇല്ലേ, അത് വെട്ടി ഒട്ടിക്കുകയാണ്. ഏയ് എനിക്ക് തോന്നുന്നില്ല ഇത്രയും കാശ് കൊടുത്ത് ദാരാസിംഗിനെ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി താരാസിംഗ് അങ്ങോട്ട് പിടിച്ചു നോക്ക് തന്നെ. ആര് പിടിക്കും? നിങ്ങൾ പിടിക്കോ? എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സമാനം ഉണ്ടാവില്ലല്ലേ? എന്റെ ദിലീപ് ഫൈൽവാ ഒന്ന് സമാധാനപ്പെട്. അയൽവാൻ ഉടുമ്പുമച്ചമ്പി സകല വിദ്യകളും അഭ്യസിപ്പിക്കാമെന്നുണ്ടെങ്കിൽ താരാസിംഗിന്റെ കൂടെയും പിടിക്കാം. ആ കഴിഞ്ഞ തവണത്തെ പോലെ വല്ല മയക്കുമരുന്ന് പരിപാടിയും. അല്ല, അതും നോക്കാം. ഏതായാലും കയറി അങ്ങ് പിടിക്കുക തന്നെ. അതെ. പിന്നെ താരാസിംഗിനൊരു കുഴപ്പമുണ്ട്. അതെന്തുവാടെ? എതിരാളി തന്റെ കൈത്തരിപ്പ് തീർക്കാൻ ശക്തനല്ലെന്ന് തോന്നിയാൽ പിന്നെ കണ്ണി കണ്ടവനെ ഒക്കെ വലിച്ചു കീറും. പണ്ട് ഭീമസേനൻ ജരാസന്ധനെ വലിച്ചു കീറിയതുപോലെ ജരാസന്ധനെ ഒരു കാലുകൊണ്ട് ഒരു കാലിൽ ചവിട്ടും, മറ്റേ കാലിൽ പിടിച്ചുകൊണ്ട് പട്ടപട്ടാന്ന് വലിച്ചു കീറും, വാഴപ്പോള കീറുന്നത് പോലെ.